നമസ്കാരം. BBC-യുടെ പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകളിലേക്ക്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ സത്രത്തിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന ആരോപണവുമായി UDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രംഗത്ത്. CAA-ക്കെതിരെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP തൊടുപുഴ മങ്ങാട്ടുകവലിയിൽ നടത്തിയ പാതിര സമരാഗ്നി സമാപിച്ചു. വിവിധ നേതാക്കൾ പങ്കെടുത്തു. സെന്റ് ലിറ്റിൽ തെരേസാസ് ഹൈസ്കൂൾ വിദ്യാലയവുമായി ചേർന്ന് നിൽക്കുന്ന വാഴക്കുളത്തെ ഡ്രൈവേഴ്സ് യൂണിയനിലെ എല്ലാ അംഗങ്ങളെയും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സിസ്റ്റർ മെറിൻ CMC-യുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വേനൽ കനത്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലും ജലനിരപ്പ് താഴ്ന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൽ 453 അടിയും പൊന്മുടി അണക്കെട്ടിൽ 694 അടിയുമാണ് നിലവിലെ ജലനിരപ്പ്. ഇടുക്കി അടക്കമുള്ള മറ്റ് അണക്കെട്ടുകളിലും ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞു. പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണെന്ന് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. വാർത്തകൾ വിശദമായി. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ സത്രത്തിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന ആരോപണവുമായി UDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രംഗത്ത്. ഗ്രീൻ കേരള കമ്പനിക്ക് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് നൽകിയ കരാർ വ്യവസ്ഥയിൽ അട്ടിമറി നടത്തി പ്ലാന്റ് ഫണ്ടിൽ അനുവദിച്ച തുകയുടെ പാതി തട്ടിയെടുക്കുവാനായിട്ടുള്ള ശ്രമമാണ് തീപിടുത്തത്തിനുള്ള കാരണമെന്നും സംശയിക്കുന്നതായും നേതാക്കൾ വണ്ടിപ്പെരിയാറിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. സംഭവത്തിൽ സംസ്ഥാന പഞ്ചായത്ത് ഓംബുഡ്സ്മാനടക്കം പരാതി നൽകുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കൃത്യമായ സ്ഥലപരിമിതി ലഭ്യമല്ലാത്ത സാഹചര്യത്തിലാണ് വണ്ടിപ്പെരിയാർ സത്രത്തിൽ റവന്യൂ ഭൂമിയിൽ പഞ്ചായത്തിന് മാലിന്യ സംസ്കരണ പ്ലാന്റിനായി സ്ഥലം അനുവദിച്ചത്. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ നിന്നും ശേഖരിക്കുന്ന ജൈവ അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് തരംതിരിച്ച് ജൈവ മാലിന്യങ്ങൾ ജൈവവളമായി ഉൽപ്പാദിപ്പിച്ച് പൊതുവിപണിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ സത്രത്തിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിച്ചത്. എന്നാൽ മാലിന്യ സംസ്കരണ പ്ലാനിംഗ് ചിട്ടയായ പ്രവർത്തനങ്ങൾ ചുരുങ്ങിയ കാലയളവിൽ മാത്രമായിരുന്നു പ്രവർത്തന സജ്ജമായിരുന്നത്. മാലിന്യ പ്ലാന്റിൽ ജൈവ അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നത് മാധ്യമ വാർത്തയാവുകയും രാഷ്ട്രീയ പാർട്ടികളടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തതോടുകൂടി സംസ്ഥാന പഞ്ചായത്ത് വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരോടക്കം സ്ഥലം സന്ദർശനം നടത്തി എത്രയും വേഗം ഇവിടെ കുമിഞ്ഞുകൂടുന്ന അജൈവ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഗ്രീൻ കേരള കമ്പനിയുമായി കരാറിൽ ഏർപ്പെട്ടിരുന്നു. ഇതിനുശേഷം ഗ്രീൻ കേരള കമ്പനി ഇവിടെ നിന്നും അജൈവ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ കമ്പനിക്ക് ലഭിക്കേണ്ട തുകയുടെ പാതി മാത്രം ലഭിച്ചതിനാൽ ഗ്രീൻ കേരള കമ്പനി ഇവിടെ നിന്നും അജൈവ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് നിർത്തിവെച്ചിരിക്കുന്നു. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ സത്രത്തിലെ മാലിന്യ പ്ലാന്റിൽ തീപിടുത്തമുണ്ടാവുന്നത്. ഈ തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് UDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രംഗത്തെത്തിയിരിക്കുന്നത്. പ്ലാന്റിൽ മാത്രം വൈദ്യുതി കണക്ഷനുള്ള സാഹചര്യത്തിൽ മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിടത്ത് എങ്ങനെ തീപിടുത്തമുണ്ടായി എന്ന കാരണം ഗ്രാമപഞ്ചായത്ത് വ്യക്തമാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് UDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വണ്ടിപ്പെരിയാർ വ്യാപാര ഭവനിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. ഈ തീപിടുത്തം നടന്നിരിക്കുന്ന ആ പ്രദേശത്ത് വൈദ്യുതി കണക്ഷൻ ഇല്ല. അവിടെ ഒരു കെട്ടിടത്തിനകത്ത് മാത്രമേ വൈദ്യുതി കണക്ഷനുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതിനെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇത് വളരെ ബോധപൂർവം തീയിട്ടിരിക്കുക എന്നാണ് UDFന് ആരോപിക്കാനായിട്ടുള്ളത്. മാലിന്യ മലയ്ക്ക് തീ കത്തുമ്പോൾ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുക. ആ പ്രദേശത്ത് 2 ദിവസമായി പുക കൊണ്ട് ആളുകൾക്ക് വെളിയിലോട്ട് പോലും ഇറങ്ങാൻ മേലാത്ത വലിയൊരു സാഹചര്യമുണ്ട്. ശ്വാസകോശ രോഗമുള്ള ആളുകൾക്കെല്ലാവർക്കും അവർക്ക് ശ്വാസം മുട്ടലായിട്ട് ആശുപത്രിയിൽ ചികിത്സ തേടി വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ വിഷപ്പുകയാണ് ആ പ്രദേശത്തേക്ക് പഞ്ചായത്ത് കടത്തിവിട്ടിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ അനാസ്ഥ കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാസാമാസം ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ കളക്ട് ചെയ്യുന്നു. എല്ലാ ഭവനങ്ങളിൽ നിന്നും ഹരിതകർമ്മസേന മാലിന്യം സംസ്കരിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കളക്ട് ചെയ്യുന്നുണ്ട്. ഈ കളക്ട് ചെയ്യുന്ന പൈസ എന്താണ് ചെയ്യുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട്. ഇത് അവിടെ പൈസ കളക്ട് ചെയ്യുകയും ഈ
ഈ മാലിന്യങ്ങളെല്ലാം കൊണ്ട് കുന്നുകൂട്ടുകയും ചെയ്യുന്ന പ്രക്രിയ മാത്രമാണ് നടത്തുന്നത്. അജൈവ മാലിന്യങ്ങൾ 1 കിലോയ്ക്ക് 10 രൂപ നിരക്കിൽ ശേഖരിക്കുന്നതിനായി ഗ്രീൻ കേരള കമ്പനിക്ക് കരാർ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്നും കൊണ്ടുപോയ മാലിന്യങ്ങൾ പാലക്കാട്ടേക്ക് കൊണ്ടുപോകുന്നതിന് പകരം മറ്റിടങ്ങളിൽ ചെയ്യുന്നതിനായുള്ള വാർത്തകൾ മാധ്യമങ്ങൾ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന അഴിമതിയിൽ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട സംഭവമെന്ന് UDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ ആന്റണി ആലഞ്ചേരി ആരോപിച്ചു. പഞ്ചായത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും അങ്ങേയറ്റം ഘടകാര്യസ്ഥതയും അഴിമതിയും നടത്തിയിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ UDF മുമ്പിലേക്ക് കൊണ്ടുവരികയും ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇതൊന്നും പരിഹാരമുണ്ടായിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമല്ല എന്നുള്ള മട്ടിൽ, ആരെയും ഭയപ്പെടാനില്ല, ജനങ്ങളോട് പേടിയില്ല എന്നുള്ള മട്ടിലാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി കണക്കാക്കിക്കൊണ്ട് തന്നെ UDF വളരെ ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകും എന്നാണ് പറയാനുള്ളത്. ശബരിമല വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വണ്ടിപ്പെരിയാർ സത്രത്തിൽ മാലിന്യം ശേഖരം കുമിഞ്ഞുകൂടുകയും ഇവിടെ മാലിന്യം കത്തുന്നത് മൂലം പ്രകൃതി സംരക്ഷിക്കുന്നതിന് തന്നെ ഭീഷണിയാവുകയും ഒപ്പം ജീവജാലങ്ങൾ ഉൾപ്പെടെ മരണം സംഭവിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നടക്കുന്ന ഇത്തരം പ്രകൃതിദോഷകരമായ സംഭവങ്ങൾക്ക് അടിയന്തര നടപടികൾ ഉണ്ടാവാത്ത പക്ഷം UDFന്റെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും UDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വണ്ടിപ്പെരിയാർ വ്യാപാര ഭവനിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ UDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി കൺവീനർ ആന്റണി ആലഞ്ചേരി, CDS ജനറൽ സെക്രട്ടറിമാരായ ഷാജി പൈനാടത്ത്, PA അബ്ദുൾ റഷീദ്, RR ഗണേശൻ, UDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹി TH അബ്ദുൾ സമദ്, INTUC സംസ്ഥാന ജനറൽ സെക്രട്ടറി PR അയ്യപ്പൻ, കോൺഗ്രസ് വണ്ടിപ്പെരിയാർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് രാജൻ കൊഴുവന്മാക്കൽ, INTUC പീരുമേട് റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് KS സിദ്ദിഖ്, ഷാൻ അരൂരിപ്ലാക്കൽ, ഗീത നേശയ്യൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. പട്ടയ വിഷയത്തിൽ വീണ്ടും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി സമരരംഗത്തേക്ക്. കല്ലാർകുട്ടി മേഖലയിലെ കർഷകരോടുള്ള നീതി നിഷേധം ഇനിയും അംഗീകരിച്ച് നൽകാനാവില്ലെന്നാണ് സംരക്ഷണ വേദിയുടെ നിലപാട്. വിവിധ അണക്കെട്ടുകളുടെ 10 ചെയിൻ മേഖലകളിൽ താമസിക്കുന്ന പട്ടയം ലഭിക്കാത്ത കർഷകരെയും സമരസമിതികളെയും ഒരുമിപ്പിച്ച് സമരരംഗത്തേക്ക് ഇറങ്ങാനാണ് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ തീരുമാനം. കല്ലാർകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാർകുട്ടി നിവാസികളുടെ ആക്ഷേപം. പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഫലപ്രാപ്തിയിലെത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. ഈ സാഹചര്യത്തിലാണ് പട്ടയ വിഷയത്തിൽ വീണ്ടും കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദി വീണ്ടും സമരരംഗത്തേക്ക് ഇറങ്ങാൻ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. സർവേ നടപടികൾ ഏകദേശം കല്ലാർകുട്ടി കാച്ച്മെന്റ് ഏരിയയിൽ പൂർത്തീകരിക്കാൻ പോകുന്നുണ്ട് എങ്കിൽ കൂടി KEC ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ മേഖലയിലെ കൃഷിക്കാർക്ക് പട്ടയം നൽകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ സമരസമിതി ആശങ്കപ്പെടുകയാണ്. ഈ നില തുടർന്നാൽ ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ഒരു സാഹചര്യം വളരെ ആശങ്കയുണ്ടാക്കുന്നതാണ്. അതുപോലെ തന്നെ സർവേ നടപടികൾ കഴിയുന്നത് കൂടാതെ പട്ടയത്തിനുള്ള ആപ്ലിക്കേഷൻസ് വില്ലേജ് ഓഫീസിൽ 10 ചെയിനിന് പുറത്തുള്ള കൃഷിക്കാരുടെ പട്ടയത്തിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻസ് വില്ലേജ് ഓഫീസിൽ സ്വീകരിക്കുമ്പോൾ കാച്ച്മെന്റ് ഏരിയ പ്രദേശത്തെ കൃഷിക്കാരുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നില്ല എന്നുള്ള വാർത്തകളും ഞങ്ങൾ സമരസമിതി വളരെ ആശങ്കയോടെയാണ് കാണുന്നത്. ഈ ഇലക്ഷൻ കാലഘട്ടങ്ങളൊക്കെ കടന്നു വരുമ്പോൾ പ്രദേശത്തെ കൃഷിക്കാർക്ക് പട്ടയം ലഭിച്ചിട്ടില്ല എന്നുള്ളതും ഈ തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന ഈ ഗൂഢാലോചനകളും ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് തുടർന്ന് മുമ്പോട്ട് പോവുകയാണ് എങ്കിൽ ശക്തമായ സമരപരിപാടികൾ നടത്തുന്നതിനു വേണ്ടിയാണ് ഇന്നത്തെ ജനറൽ ബോഡി തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. വിവിധ അണക്കെട്ടുകളുടെ 10 ചെയിൻ മേഖലയിൽ താമസിക്കുന്ന പട്ടയം ലഭിക്കാത്ത കർഷകരെയും സമരസമിതികളെയും ഒരുമിപ്പിച്ച് സമരരംഗത്തേക്ക് ഇറക്കാനാണ് കല്ലാർകുട്ടി പട്ടയാവകാശ സംരക്ഷണ വേദിയുടെ തീരുമാനം. കല്ലാർകുട്ടിയിൽ നടന്ന സംരക്ഷണ വേദിയുടെ ജനറൽ ബോഡി മീറ്റിംഗിലാണ് തീരുമാനം കൈക്കൊണ്ടത്. യോഗത്തിൽ സമരസമിതി ചെയർമാൻ PV അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. മുഖ്യരക്ഷാധികാരി ഫാദർ ജോസഫ് പാറക്കടവിൽ ഉദ്ഘാടനം ചെയ്തു. ജനറൽ കൺവീനർ ജെയിംസ് യോഹന്നാൻ മുഖ്യപ്രഭാഷണം നടത്തി. സാജൂസ് കറിയ, ജോർജ് PS, ജെയിംസ് ചക്കാല, സെബാസ്റ്റ്യൻ നടുക്കടവിൽ തുടങ്ങിയവർ സംസാരിച്ചു. കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 3500-ലധികം കുടുംബങ്ങളാണ് പട്ടയത്തിനായി കാത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കല്ലാർകുട്ടി. CAക്കെതിരെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP തൊടുപുഴ മങ്ങാട്ടുകവലയിൽ നടത്തിയ പാതിര സമരാഗ്നി സമാപിച്ചു. സമാപന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, അബു ജോൺ ജോസഫ്, PM അബ്ബാസ്, VE താജുദ്ദീൻ, NI ബെന്നി, സലീം പടിഞ്ഞാറേക്കര, TJ പീറ്റർ, MH സജീവ്, S ഷാജഹാൻ,
AB മുണ്ടയ്ക്കൽ, ജോസുകുട്ടി ജോസഫ് തുടങ്ങി വിവിധ നേതാക്കൾ പ്രസംഗിച്ചു. ഇത് കേവലം ഒരു ഫാസിസ്റ്റ് ഗവൺമെന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ അവർ ചെയ്യുന്നതായിട്ടുള്ള നാമമാത്രമായ ഒരു ക്രൂരമായ നടപടി എന്നുള്ള നിലയിലാണ് ഇതിനെ കാണേണ്ടത്. ഇതിനേക്കാൾ വലിയത് വരാനിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സംഘടിതമായി ഇതിനെ പ്രതിരോധിച്ചില്ല എങ്കിൽ ഇന്ത്യ രാജ്യത്ത് ഇനി നടക്കാൻ പോകുന്നത് ഇതിനേക്കാൾ ക്രൂരമായ പല പ്രവർത്തികളുമാണ്. ഇന്ന് മുസ്ലിം മതവിഭാഗത്തിനെതിരെയാണ് ഈ സംഭവവികാസങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എങ്കിൽ നാളെ മറ്റു വിഭാഗങ്ങൾക്കെതിരെയാകും. അപ്പോൾ സംഘടിതമായി ഇത്തരം ശ്രമങ്ങളെ ചെറുക്കുക എന്നുള്ളതാണ്. ഇവിടെ NRC, നാഷണൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഈ രാജ്യത്ത് ജന്മമെടുത്ത മുഴുവൻ ആളുകൾക്കും അവകാശപ്പെട്ട പൗരത്വം, അത് ഒരു വിഭാഗം ആളുകൾക്ക് പാടില്ല എന്ന് നിഷ്കർഷിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങളെ തമസ്കരിക്കുന്ന ഒരു നിലപാട്, അതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ചിന്തിക്കാൻ, അങ്ങനെ പ്രവർത്തിക്കാൻ ഒരു ഭരണാധികാരിക്ക് പോലും അവകാശമില്ലാത്തത്. ഏത് വിഷയം വരുമ്പോഴും നമുക്കറിയാമല്ലോ, ഏത് വിഷയം വരുമ്പോഴും ഒരു ഇരട്ടത്താപ്പ് നയമാണ്. 370-ാം വകുപ്പ് പിൻവലിച്ചു. ആ 370-ാം വകുപ്പ് പിൻവലിച്ചത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം പറഞ്ഞത് അത് വിഭജനമുണ്ടാക്കുമെന്ന. അങ്ങനെ ഒരു പ്രത്യേക വകുപ്പ് ഒരു സംസ്ഥാനത്തിന് ആവശ്യമില്ലെന്ന. 370-ാം വകുപ്പ്, 371-ാം വകുപ്പ് ABCDEFG. ഇന്ന് 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ഇവിടെ ഒരു NDA മുന്നണിയാണ്, BJP സർക്കാരാണ്. ആ ബ്രിട്ടീഷുകാര് നടത്തിയതിലും മ്ലേച്ഛകരമായ രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ വീണ്ടും വിഘടിപ്പിച്ച് ഇവിടെ ഒരു ഭരണ തുടർച്ച നേടുവാനുള്ള BJP സർക്കാരിന്റെയും നരേന്ദ്രമോദിയുടെയും ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പുതിയ പൗരത്വ ഭേദഗതി ബില്ല്. ഇന്ന് നമ്മൾ എല്ലാ പത്രങ്ങളിലും കാണാം മോദിജിയുടെ ഗ്യാരണ്ടി. എന്താണ് മോദിയുടെ ഗ്യാരണ്ടി? നമ്മൾ കണ്ടതാണ്. ഭരണത്തിൽ വരുന്നതിന് മുമ്പ് ഒരു ഗ്യാരണ്ടി മോദി കൊടുത്തു. ഇന്ത്യയിലെ പാചക വിലയുടെ വില കുറയ്ക്കും, പാചക ഗ്യാസിന്റെ വാതകത്തിന്റെ വില കുറയ്ക്കും. ഇടുക്കി ന്യൂമാൻ LP സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും കൊണ്ടാടി. സമ്മേളനം കട്ടപ്പന സബ് ജില്ലാ AEO സേവ്യർ PJ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അങ്കണത്തിൽ നടന്ന യോഗത്തിൽ സിസ്റ്റർ ആനി പോൾ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകാലം അനേകായിരം കുരുന്നുകൾക്ക് അറിവിന്റെ വെളിച്ചം പകർന്നു നൽകിയ ഇടുക്കി ന്യൂമാൻ LP സ്കൂളിൽ സുവർണ ജൂബിലി ആഘോഷവും അധ്യാപക രക്ഷകർതൃ ദിനവും ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന യോഗത്തിൽ സിസ്റ്റർ ആനി പോൾ അധ്യക്ഷത വഹിച്ചു. കട്ടപ്പന സബ് ജില്ലാ AEO സേവ്യർ PJ ഉദ്ഘാടനം ചെയ്തു. പ്രഥമാധ്യാപികമാരും എനിക്ക് വളരെയേറെ അടുപ്പവും പരിചയമുള്ള ആൾക്കാരായിരുന്നു. ഞാൻ ഏതാണ്ട് 32 വർഷക്കാലമായി ഈ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ, സബ് ജില്ലയിലും വിദ്യാഭ്യാസ ജില്ലയിലുമായി സേവനം അനുഷ്ഠിച്ചു വരികയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂളിന്റെ ഏതാണ്ട് 32 വർഷക്കാലത്തെ പ്രവർത്തന പാരമ്പര്യം എനിക്ക് നേരിട്ട് അറിയാം. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എങ്ങനെ ആയിരിക്കണം, അത് എത്തരത്തില് പ്രവർത്തിക്കണം, ഇല്ലെങ്കിൽ എത്തരത്തിലായിരിക്കണം അതിന്റെ വിജയകരമായ പ്രവർത്തനം എന്നുള്ളത് ഈ സ്കൂളിൽ നോക്കിയാൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ സുദീപ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീൻസി ജോയ് മുഖ്യപ്രഭാഷണവും സിസ്റ്റർ പ്രീതി പ്രതിഭകളെ ആദരിക്കൽ ചടങ്ങും നടത്തി. ആശംസ അറിയിച്ച് സിസ്റ്റർ സീന തെരേസ്, ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിറ്റാജ് ജോസഫ്, PTA പ്രസിഡന്റ് ജോബി അഗസ്റ്റിൻ, അജിത്ത് SS, സിസ്റ്റർ ലീമ റോസ്, MPTA പ്രസിഡന്റ് അരുണ്യ കൃഷ്ണൻ, കുമാരി ജുവൽ മരിയ ഷെറിൻ, സിസ്റ്റർ ജീവ മരിയ എന്നിവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറി.
ന്യൂസ് ബ്യൂറോ, ഇടുക്കി. സെന്റ് ലിറ്റിൽ തെരേസസ് ഹൈസ്കൂൾ വിദ്യാലയവുമായി ചേർന്ന് നിൽക്കുന്ന വാഴക്കുളത്തെ ഡ്രൈവേഴ്സ് യൂണിയനിലെ എല്ലാ അംഗങ്ങളെയും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സിസ്റ്റർ മെറിൻ CMCയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വാഴക്കുളം പൈനാപ്പിൾ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റും വാഴക്കുളം ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റുമായ ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, വൈസ് പ്രസിഡന്റ് ഷൈൻ ജോൺ കല്ലിങ്കൽ, സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സെന്റ് ലിറ്റിൽ തെരേസസ് ഹൈസ്കൂൾ വിദ്യാലയവുമായി ചേർന്ന് നിൽക്കുന്ന വാഴക്കുളത്തെ ഡ്രൈവേഴ്സ് യൂണിയനിലെ എല്ലാ അംഗങ്ങളെയും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സിസ്റ്റർ മെറിൻ CMCയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. ഐക്യം എന്ന അർത്ഥമുള്ള ഹാർമണി എന്ന പേരിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. സ്കൂളിന്റെ പ്രധാന അധ്യാപികയായ സിസ്റ്റർ മെറിൻ CMCയെ എത്തിച്ചേർന്ന ഏവർക്കും സ്വാഗതം ആശംസിച്ചു. ജീവിതം ഒരു യാത്രയാണ്. ഈ യാത്രയിൽ നാം പലരെയും കണ്ടുമുട്ടുന്നു. എല്ലാവരും ചെയ്യുന്ന ജോലികളെല്ലാം ശ്രേഷ്ഠമാണ്. ഏത് ജോലി ചെയ്യുന്നു എന്നുള്ളതിലല്ല, അത് ഏവിധം ചെയ്യുന്നു എന്നുള്ളതിലാണല്ലോ ഓരോ മനുഷ്യരെയും ശ്രേഷ്ഠനാകുന്നത്. ശരിയായ വഴി തിരഞ്ഞെടുത്ത് മുന്നേറുവാൻ നാം എല്ലാം യാത്ര ചെയ്യുമ്പോൾ വിജയത്തിലേക്ക് എത്തുകയും വഴിയും ദിശാസൂചികകളും നോക്കി ആ യാത്രയിൽ എല്ലാവരെയും എത്തിച്ചേരുവാൻ സഹായിക്കുകയും ചെയ്യുന്നവരാണ്. വാഴക്കുളം പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റും വാഴക്കുളം ഡ്രൈവേഴ്സ് യൂണിയൻ പ്രസിഡന്റുമായ ജോസ് പെരുമ്പള്ളിക്കുന്നേൽ, വൈസ് പ്രസിഡന്റ് ഷൈൻ ജോൺ കള്ളിങ്കൽ, സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ ആശംസകൾ നേർന്നു. PTA പ്രസിഡന്റ് റബി ജോസ് നന്ദി രേഖപ്പെടുത്തി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. വാഴക്കുളത്തെ ഡ്രൈവേഴ്സ് യൂണിയനിലെ അംഗങ്ങൾക്കായി രുചികരമായ ഭക്ഷണവും സ്കൂളിൽ ഒരുക്കിയിരുന്നു. വീടുകൾക്കും സ്കൂളിനുമിടയിലുള്ള സുരക്ഷിത കാവൽക്കാരെ അംഗീകാര ആദരവുകൾ നൽകി പൊതുസമൂഹത്തിന് മാതൃകയാക്കിയിരിക്കുകയാണ് വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസ സ്കൂൾ. ന്യൂസ് ബ്യൂറോ, വാഴക്കുളം. വേനൽ കനത്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലും ജലനിരപ്പ് താഴ്ന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൽ 453 അടിയും പൊന്മുടി അണക്കെട്ടിൽ 694 അടിയുമാണ് നിലവിലെ ജലനിരപ്പ്. ഇടുക്കി അടക്കമുള്ള മറ്റ് അണക്കെട്ടുകളിലും ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞു. പുഴകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതും കൈത്തോടുകളും അരുവികളുമെല്ലാം പൂർണ്ണമായി വറ്റിയതും പ്രതിസന്ധി ഉയർത്തുന്നു. ദിവസങ്ങളായി ഹൈറേഞ്ച് മേഖല വേനൽ മഴയ്ക്കായുള്ള കാത്തിരിപ്പിലാണ്. വേനൽ കനത്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് താഴ്ന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൽ 453 അടിയും പൊന്മുടി അണക്കെട്ടിൽ 694 അടിയുമാണ് നിലവിലെ ജലനിരപ്പ്. ഇടുക്കി, മാട്ടുപ്പെട്ടി, കുണ്ടള, ചെങ്കുളം തുടങ്ങി മറ്റണക്കെട്ടുകളിലും ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞു. പുഴകളിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതും കൈത്തോടുകളും അരുവികളുമെല്ലാം പൂർണ്ണമായി വറ്റിയതും പ്രതിസന്ധി ഉയർത്തുന്നു. പകൽ ചൂട് വർദ്ധിച്ചതോടെ ജലാശയങ്ങളിൽ ബാഷ്പീകരണ തോതും വർദ്ധിച്ചിട്ടുണ്ട്. ഇത്തവണ കാലവർഷത്തിൽ വന്ന കുറവ് അണക്കെട്ടുകളിലെ ജലനിരപ്പിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. പിന്നീട് തുലാവർഷം എത്തിയതോടെയായിരുന്നു വലിയ പ്രതിസന്ധി മറികടന്നത്. വേനൽ മഴ ഉടനെത്തുമെന്ന പ്രതീക്ഷയിലാണ് വൈദ്യുതി വകുപ്പ്. വേനൽ കനക്കുകയും വേനൽ മഴ വൈകുകയും ചെയ്താൽ ജലനിരപ്പിൽ വീണ്ടും കുറവ് സംഭവിക്കും. വേനൽ കനക്കുന്നതിനെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി മുമ്പ് പ്രതികരിച്ചിരുന്നു. അണക്കെട്ടുകളിലെ ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉപയോഗം കൂടുതലുള്ള രാത്രികാലത്ത് മാത്രമാണ് ഇപ്പോൾ വൈദ്യുതി ഉൽപ്പാദനം നടത്തുന്നത്. കൊടുംചൂടിൽ കാർഷിക മേഖലയും വരണ്ടുണങ്ങുകയാണ്. വേനൽ മഴ വൈകിയാൽ കാര്യങ്ങൾ പ്രതിസന്ധിയിലാകും. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് പൂമ്പാറ്റ അംഗൻവാടി കലോത്സവം ശ്രദ്ധേയമായി. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 22 അംഗൻവാടികളിൽ നിന്നായി 183 കുട്ടികൾ വിവിധ കലാകായിക പരിപാടികൾ അവതരിപ്പിച്ചു. ആദ്യമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച പൂമ്പാറ്റ അംഗൻവാടി കലോത്സവം പുതുമ കൊണ്ടും പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 22 അംഗൻവാടികളിൽ നിന്നായി 183 കുട്ടികൾ വിവിധ കലാകായിക പരിപാടികൾ അവതരിപ്പിച്ചു. രക്ഷിതാക്കളുടെയും അംഗൻവാടി വർക്കർ ഹെൽപ്പർമാരുടെയും കലാപ്രകടനങ്ങൾ പ്രോഗ്രാമിന് മാറ്റുകൂട്ടി. ആദ്യമായാണ് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ലതീഷ് ഉദ്ഘാടനം ചെയ്തു. പൂമ്പാറ്റ എന്ന പേരിൽ നമ്മുടെ കുഞ്ഞു പൂമ്പാറ്റകൾ ഇന്ന് ഒരു ദിവസക്കാലം ഈ വേദിയിൽ പാറിപ്പറന്ന് അവരുടെ എല്ലാ സർഗ കലാ കായിക കഴിവുകളെയെല്ലാം
ഈ വേദിയിൽ ഇന്ന് പ്രകടിപ്പിക്കുകയാണ്. ഇതൊരു മത്സര പരിപാടിയായിട്ടല്ല നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള 22 അംഗൻവാടികളുടെയും ആ അംഗൻവാടികളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന അംഗൻവാടി ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയും ടീച്ചർമാരും വർക്കർമാരും കുഞ്ഞുമക്കളും അവരുടെ രക്ഷിതാക്കളും എല്ലാം അടങ്ങുന്ന ഉടുമ്പന്നൂർ പഞ്ചായത്തിലെ ICDS നേതൃത്വം കൊടുക്കുന്ന ഈ കുടുംബത്തിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. ഇത് നമ്മുടെ കുഞ്ഞുമക്കളുടെ ഒരു ഉത്സവമാണ് ഇന്നിവിടെ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുമക്കളെ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ കഴിവുകളെ കണ്ടെത്തി ഇവിടെ പ്രകടിപ്പിക്കാനും കഴിയുന്ന ഈ പ്രോഗ്രാമിന് എല്ലാവിധത്തിലുമുള്ള പിന്തുണയും നൽകി ആദ്യാവസാനം എല്ലാവരും പങ്കെടുക്കണമെന്നാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. വൈസ് പ്രസിഡന്റ് ബിന്ദു രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ശാന്തമ ജോയ്, വാർഡ് മെമ്പർമാരായ രമ്യ അജീഷ്, PS ജമാൽ, ജോൺസൺ കുര്യൻ, അൽഫോൺസ മാത്യു, KR ഗോപി, ആദ്ര രാമചന്ദ്രൻ, ജിൻസി സാജൻ, ശ്രീമോൾ ഷിജു, വർക്കേഴ്സ് ലീഡർ ആദ്ര തങ്കച്ചൻ, CDS ചെയർപേഴ്സൺ ഷീബ ഭാസ്കരൻ, ആസൂത്രണ സമിതി അംഗം AV ഖാലിദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ICDS സൂപ്പർവൈസർ സൂസമ്മ CD സ്വാഗതവും അംഗൻവാടി വർക്കർ ഷിൻസി ജോസഫ് നന്ദിയും പറഞ്ഞു. പരിപാലയ പരമേശി കമലാലയ ശ്രീദേവി കുരിപിൻസവേ കരുണാംബുരാസി ന്യൂസ് ബ്യൂറോ, ഉടുമ്പന്നൂർ. പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണെന്ന് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് രാജ്യത്തിന്റെ ഭരണഘടനാ ധാർമ്മികതയെയും ഭരണഘടനാ തത്വങ്ങളെയുമാണ് അട്ടിമറിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ മുഴുവൻ ആളുകൾക്കും പൗരത്വം അവകാശമാണ് എന്ന് ഭരണഘടനയും പൗരത്വ നിയമവും ഉറപ്പ് നൽകുന്ന സാഹചര്യത്തിലാണ് 2019 പൗരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയത്. അതിനുശേഷം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ട് നടപടി സ്വീകരിക്കുമ്പോൾ അത് ജനാധിപത്യ സംവിധാനത്തെയാകെ അട്ടിമറിക്കുന്നതിനും ധ്രുവീകരണമുണ്ടാക്കി ജാതിയുടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ വേർതിരിച്ചു നിർത്തി അതിനെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മളുടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും തുല്യ അവകാശം നൽകുന്ന കൃത്യമായ മൗലിക അവകാശങ്ങളുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ അവകാശങ്ങൾക്ക് കീഴിലാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ജീവിക്കുന്നത്. അതിനകത്ത് വിവേചനമുണ്ടാക്കി ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ വേർതിരിച്ചു നിർത്താൻ അവരുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ തുടക്കമായിട്ടാണ് പൗരത്വ ഭേദഗതി നിയമത്തെ കാണുന്നത്. ഇന്നത് ഇസ്ലാമിനെതിരെയാണെങ്കിൽ നാളെ ഇന്ത്യയിലെ ഏത് ജനവിഭാഗങ്ങൾക്കെതിരെയും ഇത് ഉപയോഗിക്കപ്പെടാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ രാജ്യത്ത് ഒരു വലിയ വിഭാഗം ജനങ്ങൾ വേർതിരിക്കപ്പെടുകയും അവരെ രണ്ടാം തിര പൗരന്മാരാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അത് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിനും ഭരണഘടനയുടെ നിലനിൽപ്പിനും തന്നെ അപകടമായ സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പൗരത്വ ഭേദഗതി നിയമത്തെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമം മാത്രമല്ല, ജനങ്ങളുടെ അവകാശം ഇന്ത്യയുടെ മതനിരപേക്ഷതയിൽ അധിഷ്ഠിതമായ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ ഇന്ത്യയുടെ ഭരണഘടനയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും നമ്മൾ എതിർക്കുകയാണ്. അതിനെ എതിർക്കുകയും ആ ശ്രമങ്ങളുടെ മുന്നിൽ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഓരോ രാജ്യത്തെ പൗരൻ്റെയും ഉത്തരവാദിത്വവും കടമയുമാണ്. ആ കടമയാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി മുന്നോട്ട് പോകുമ്പോൾ തന്നെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള ഭരണഘടനാ ധാർമ്മികതയെ ഭരണഘടനയുടെ അന്തസ്സത്തെ ഇല്ലാതാക്കുന്ന പ്രവർത്തനങ്ങളെ ചെറുത്തു തോൽപ്പിക്കും. ആ പ്രവർത്തനങ്ങളിൽ മുന്നിലുണ്ടാവും. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ
ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ് ഉദ്ഘാടനം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാനത്തെ 140 മണ്ഡലങ്ങളിലും സംഘടിപ്പിച്ച പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലിയിലും ഫ്രീഡം മാർച്ച് സംഘടിപ്പിച്ചത്. മുസ്ലിം യൂത്ത് ലീഗ് ദേവികുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി KS സിയാദ് ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അനസ് കോയാൻ അധ്യക്ഷത വഹിച്ചു. ലീഗ് ജില്ലാ സെക്രട്ടറി VM റസാഖ്, മണ്ഡലം സെക്രട്ടറി KA യൂനസ്, ട്രഷറർ അനസ് ഇബ്രാഹിം, AM അനീഫ, ഷെഫീഖ് പനക്കൽ, അനൂപ് പാലക്കാടൻ, ആദിൽ ഷാ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി. വന്യജീവി ശല്യം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നടത്തിയ ബഹുജന റാലിയിൽ പ്രതിഷേധമിരമ്പി. എസ്റ്റേറ്റ് പൂപ്പാറയിൽ നിന്നാരംഭിച്ച ബഹുജന റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. വന്യജീവി ശല്യം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ നേതൃത്വത്തിൽ പൂപ്പാറയിൽ നടത്തിയ ബഹുജന റാലിയിൽ പ്രതിഷേധമിരമ്പി. എസ്റ്റേറ്റ് പൂപ്പാറയിൽ നിന്ന് ആരംഭിച്ച ബഹുജന റാലിയിൽ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു. തുടർന്ന് പൂപ്പാറയിൽ നടന്ന പ്രതിഷേധ സമ്മേളനം ഇടുക്കി രൂപത അധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുതേൽ ഉദ്ഘാടനം ചെയ്തു. കൃഷിയിടത്തിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊല്ലാൻ ശാസ്ത്രീയ മാർഗങ്ങൾ സ്വീകരിക്കാൻ അധികൃതർ തയ്യാറാകണമെന്ന് മാർ ജോൺ നെല്ലിക്കുതേൽ ആവശ്യപ്പെട്ടു. ബഹുജന റാലിക്ക് വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ, ഫാദർ ജിൻസ് കാരക്കാട്ട്, ഫാദർ ജോബി വാഴയിൽ, ഫാദർ തോമസ് പുത്തൻപുരിയിൽ, ഫാദർ ജോസഫ് നടുപ്പറവിൽ, ഫാദർ സെബാസ്റ്റ്യൻ കൊച്ചുപുരയ്ക്കൽ, ഫാദർ ജോൺ മുണ്ടക്കാട്ട്, ഫാദർ ഫ്രാൻസിസ് ഇടവകക്കണ്ടം, സിസ്റ്റർ ലിൻഡ SABS, ജോർജ് കോയിക്കൽ, സിജോ ഇലന്തൂർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ UDF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. UDF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുന്നതിനെതിരെ പ്രതിഷേധം നടത്തി. മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ജാതി മതവർഗ വർണ്ണ വ്യത്യാസമേതുമില്ലാതെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ചോര ചിന്തി പടപൊരുതി സ്വാതന്ത്ര്യ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ ആ പോരാട്ടങ്ങളുടെ നാൾവഴികളിൽ സംഘപരിവാര സംഘടനകളുടെ പങ്കാളിത്തം എവിടെയും നമുക്ക് ദർശിക്കുവാനാവില്ല. പിന്നീട് വർഗീയതയെ ആയുധമാക്കി ജനതയെ പരസ്പരം തമ്മിൽ തല്ലിച്ച് അധികാരം പിടിച്ചെടുക്കിയ നരേന്ദ്രമോദിയും പുതിനും കടന്നുവരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും പൈതൃകവും ഈ രാജ്യത്തെ മതേതരത്വ ജനാധിപത്യ വിശ്വാസികളുടെ കടമയും ബാധ്യതയുമാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ദേശീയതയെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ മതത്തിന്റെ പേരിൽ വിഭജിക്കുവാനൊരുങ്ങുന്ന പൗരത്വ ഭേദഗതി എന്ന കിരാത നിയമത്തിനെതിരെ UDF മൂവാറ്റുപുഴ നിയോജക മണ്ഡലം. പൗരത്വ ഭേദഗതി നിയമം രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്ന് MLA പറഞ്ഞു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, റോയി കെ പൗലോസ്, KM സലീം, KM പരീദ്, സാബു ജോൺ, സുഭാഷ് കടക്കോട്, PP എൽദോസ് തുടങ്ങിയവർ സംസാരിച്ചു. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഉറച്ച ശബ്ദത്തിൽ പറയുന്നു, ഇവിടെ അമിത്ഷായുടെയോ ഇവിടെ നരേന്ദ്രമോദിയുടെയോ ചീട്ട് വാങ്ങിയിട്ടല്ല ഇന്ത്യയിലെ ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശം അത് നിർണയിക്കപ്പെടുന്നത്. ഈ നാട്ടിൽ ജനിച്ചതിന്റെ പേരിൽ, ഈ നാട്ടിൽ അധ്വാനിച്ചതിന്റെ പേരിൽ, ഈ നാട്ടിൽ വളർന്നതിന്റെ പേരിൽ, ഈ നാടിനു വേണ്ടി പ്രയത്നിച്ചതിന്റെ പേരിൽ ഇന്ത്യയുടെ പൗരത്വം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ്. ആ ജന്മാവകാശമായ പൗരത്വത്തെ നിഷേധിക്കാൻ അമിത്ഷായല്ല, നരേന്ദ്രമോദിയല്ല, ഏത് ഭരണാധികാരി വന്നാലും അവരുടെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്കരനായ ശ്രീ മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ ഈ നാടിന്റെ ജനപ്രതിനിധി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനമായ
പ്രിയപ്പെട്ട നമ്മുടെ MLA അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ആ സമരം തീർച്ചയായും കേരളമാസകലം കത്തിപ്പടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, മൂവാറ്റുപുഴ. കോഴിപ്പള്ളി സർക്കാർ LP സ്കൂളിൽ പഠനോത്സവം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് NK ഷിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. MPTA ചെയർപേഴ്സൺ സജിത രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. LKG തലം മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവതരിപ്പിച്ച വേറിട്ട പ്രവർത്തനങ്ങൾ കാണികൾക്ക് കൗതുകമായി. പഠനബോധന പ്രക്രിയയിലൂടെ കുട്ടികൾ ആർജിച്ച അറിവുകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ തുടങ്ങിയവ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള അവസരം നൽകുന്നതിന് വേണ്ടി കോഴിപ്പള്ളി സർക്കാർ LP സ്കൂളിൽ 2023-2024 അധ്യയന വർഷത്തെ പഠനോത്സവം സംഘടിപ്പിച്ചു. PTA പ്രസിഡന്റ് NK ഷിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. MPTA ചെയർപേഴ്സൺ സജിത രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. LKG തലം മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ അവതരിപ്പിച്ച വേറിട്ട പ്രവർത്തനങ്ങൾ കാണികൾക്ക് കൗതുകമായി. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയതിന്റെ പൊതുജന വിലയിരുത്തലിനുള്ള ഒരു അവസരം കൂടിയായി ഇത് മാറി. അധ്യാപകരായ അമ്പിളിയൻ, ജെൻസ ഖാദർ, അൽഫോൺസ CT, സിനിമോൾ KK എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സ്കൂൾ ഹെഡ്മാസ്റ്റർ ഫ്രാൻസിസ് J. പുന്നോലിൽ സ്വാഗതവും സീനിയർ അസിസ്റ്റന്റ് ശ്രുതി KN കൃതജ്ഞതയും രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ സത്രത്തിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ പ്ലാന്റിലെ തീപിടുത്തത്തിൽ ദുരൂഹതയെന്ന ആരോപണവുമായി UDF പീരുമേട് നിയോജക മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ രംഗത്ത്. CAA-ക്കെതിരെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP തൊടുപുഴ മങ്ങാട്ടുകവലിയിൽ നടത്തിയ പാതിര സമരാഗ്നി സമാപിച്ചു. വിവിധ നേതാക്കൾ പങ്കെടുത്തു. സെന്റ് ലിറ്റിൽ തെരേസാസ് ഹൈസ്കൂൾ വിദ്യാലയവുമായി ചേർന്ന് നിൽക്കുന്ന വാഴക്കുളത്തെ ഡ്രൈവേഴ്സ് യൂണിയനിലെ എല്ലാ അംഗങ്ങളെയും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സിസ്റ്റർ മെറിൻ CMCയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. വേനൽ കനത്തതോടെ ജില്ലയിലെ അണക്കെട്ടുകളിലും ജലനിരപ്പ് താഴ്ന്നു. കല്ലാർകുട്ടി അണക്കെട്ടിൽ 453 അടിയും പൊന്മുടി അണക്കെട്ടിൽ 694 അടിയുമാണ് നിലവിലെ ജലനിരപ്പ്. ഇടുക്കി അടക്കമുള്ള മറ്റ് അണക്കെട്ടുകളിലും ജലനിരപ്പ് താഴ്ന്നു കഴിഞ്ഞു. പൗരത്വത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വരുത്തുന്നതിലൂടെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് രാജ്യത്തിന്റെ ഭരണഘടനയെ അട്ടിമറിക്കുകയാണെന്ന് LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജ്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.